എറ്റോളങ്ങര ദേവീക്ഷേത്രത്തിൽ പ്രഥമ സ്ഥാനകരയായ ഇരേഴ് തെക്ക് ഹൈന്ദവ കരയോഗം അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശിവരാത്രി ദിവസം എല്ലാ ആൾക്കാരും പ്രധാനുഷ്ഠാനങ്ങളോടുകൂടി ഇവിടെ വരികയും ഈ കുതിരയുടെ ഉരുപ്പടികളെല്ലാം പെറുക്കിയിട്ട് ആദ്യം നമ്മൾ വണ്ടിക്കൂട്ട് കൂട്ടുക എന്നുള്ളത്. രണ്ട് ചാട് ഒരു അച്ചടി, അത് ഒരു ഭാഗം, അങ്ങനെ 2 ചാടുണ്ട്. അങ്ങനെ 4 ചാട്, 4 അച്ചുതടി, അതിന് യോജിപ്പിക്കുന്ന 2 ചിറക് പിടി, ഇത്രയും വെച്ച് വണ്ടിക്കൂട്ട് റെഡിയാകും. അതിൻ്റെ പുറത്ത് കുറ്റിക്കാല് വെച്ച്, കുറ്റിക്കാലിൻ്റെ മുകളിൽ കവരപ്പടി വെച്ച്, കവരപ്പടിയിൽ നിന്ന് പിന്നീട് 2 തണ്ട് വെച്ച്, അതിൽ നിന്ന് മേളിലോട്ട് കതിരുകാൽ, 4 തെങ്ങിൻ്റെ കതിരുകാലാണ് ഇത് മേളിലോട്ട് കയറ്റുന്നത്. ഇത് പറയുമ്പോൾ ഈ പഴയ കാലത്ത് ഈ ചാടുകൾ ഉള്ളതെല്ലാം പൂവണ്ണിൻ്റെ ചാട്, പൂവണ്ണാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആഞ്ഞിലിച്ചാട് ഉപയോഗിക്കും. അതുപോലെ തന്നെ അച്ചുതടി എന്ന് പറയുമ്പോൾ ആഞ്ഞിലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആഞ്ഞിലി എത്രയോ വെയിറ്റ് താങ്ങുന്നതാണ്, അതുകൊണ്ടാണ് ആഞ്ഞിലി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിയിലെ അച്ചുതടി 2, ചിറകുപടി 2, തണ്ട് 2, കവരപ്പടി, ഇതെല്ലാം ആഞ്ഞിലിയാൽ നമ്മൾ ആണ് ഇത് പണിതെടുക്കുന്നത്. പിന്നീട് ഇത് ഇത്രയും കൂട്ടിക്കഴിഞ്ഞ് പിന്നീടുള്ള കതിരുകാല് തെങ്ങാണ്. തെങ്ങ് നമ്മൾ അതിൻ്റെ ഇവിടുത്തെ പഴയ ഇതുകൾ പറയുമ്പോൾ വല്ലിരി എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ അടയ്ക്കാമരമായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും അടയ്ക്കാമരം ഉപയോഗിക്കുന്നുണ്ട്, തെങ്ങും ഉപയോഗിക്കുന്നു. അത് കുത്തുകത്തിരെ കെട്ടി കതിരുകാല് താഴെ ജോഡിച്ച് ഇത് കപ്പി വഴി നേരെ ഈ വണ്ടിക്കൂട്ടിന് മേളിലെത്തും. ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചാരിക്കെട്ട് ചെല്ലുക, അതിനെ ഉള്ള പുള്ളക്കതിരുകാല് വെച്ചിട്ട് തട്ടിടുക. ആ തട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ കയറ് പാകി പിന്നെ വെള്ളം പിടിപ്പിക്കുക. ഇത്രയും ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിൻ്റെ മുകളിൽ കയറുന്ന ഇടക്കൂടാരം ഇതിൻ്റെ തൊട്ട് വടക്ക് വെച്ച് സെറ്റ് ചെയ്ത് ഈ കതിരുകാലം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഉള്ള ജോഡിപ്പിച്ച് കുത്തുകത്തിരിയെ കെട്ടി അത് തട്ടിട്ട് അത് എല്ലാം വെള്ളം പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരയെ അങ്ങോട്ട് മാറ്റി ഈ ഇടക്കൂടാരം മേളോട്ട് കപ്പിയെ കളരുകയും ചെയ്യും. ഇതിൻ്റെ മേളിൽ ഈ ഇടക്കൂടാരം വന്നിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് പ്രഭടയാണ്. പ്രഭട അവിടെ നിർമ്മാണത്തിരിക്കുന്നു. തട്ട് കെട്ടി ആ തട്ടയിൽ അത് കഥയെടുക്കായിട്ട് നമ്മൾ ആദ്യം അനന്തശയനം, കുരുക്ഷേത്ര യുദ്ധം, രുക്മിണി സ്വയംവരം, ശ്രീകൃഷ്ണ ലീലകൾ, ഇതെല്ലാം എടുക്കും. അതിന് നടുക്ക് വശത്ത് നമ്മുടെ ഭദ്രകാളി മുടിയും, ഭദ്രകാളിയുടെ മുടിയിൽ അടിയിലാണ് തലയെക്കെട്ട്, നെറ്റിപ്പട്ടത്തിൻ്റെ തലയെക്കെട്ട് ഉള്ളത്. ഇതിത്രയും വെച്ചിട്ട് കപ്പി വഴി ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറും. ഈ കതിരുകാലും ഇടക്കൂടാരം കയറ്റിൻ്റെ ഇടഭാഗമുണ്ട്. ആ ഇടഭാഗത്തേക്ക് ആ പ്രവട വന്ന് കയറും. പ്രവട വന്ന് കയറി അതിൻ്റെ കെട്ടും മട്ടും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് തൊപ്പിക്കൂടാരമാണ്. തൊപ്പിക്കൂടാരം എന്ന് പറയുമ്പോൾ അതും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് പാലയാണ് അതിൻ്റെ തടി. ആ പാല നമ്മൾ ഈ അടുത്ത കാലത്തൊന്ന് ഒരു ജീർണത വന്നു. അപ്പോൾ ഉടനെ തന്നെ വേറൊരു പാല കണ്ടെത്തി അത് കൊണ്ടുവന്ന് അത് ഇതിന് അലകെല്ലാം കൊടുത്ത് തൊപ്പിക്കൂടാരത്തിൻ്റെ ഭാഷ അത് അങ്ങനെ എല്ലാം കെട്ടി അത് വിധാനിച്ച് ഈ വെള്ളം പിടിപ്പിച്ച ചുമല തുണിയ അതിൻ്റെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറും. ഏറ്റവും മേളിൽ തൊപ്പിക്കൂടാരം കയറി കഴിയുമ്പോൾ കുതിര പൂർണ്ണമായി. പിന്നീട് നമ്മൾ ബാക്കിയുള്ളത് ഇതിൻ്റെ അറയെല്ലാം മറയ്ക്കുക. അറയെല്ലാം മറച്ചിട്ട് നമ്മളിതിൻ്റെ കുറ്റം എല്ലാം തീർന്നു കഴിയും. ഏതാണ്ട് നമ്മളൊരു 10-30 പേര് ശിവരാത്രി തൊട്ട് അശ്രാന്ത പരിശ്രമം ചെയ്താണ്
നമ്മൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുന്നത്.